സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ നങ്ങേലി അനുസ്മരണം പല കാര്യങ്ങൾ കൊണ്ടും വളരെ നിസ്തുലമായ ഒരു അനുസ്മരണമാണ്. ഒരുപക്ഷെ നമുക്ക് ഒരു തരത്തിൽ നോക്കിയാൽ വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന ഒരു അനുസ്മരണ പരിപാടി കൂടിയാണ്. കാരണം ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ അവയവങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിക്ക് എതിരെ പ്രതിഷേധിക്കുന്നതിന് അതേ അവയവങ്ങൾ തന്നെ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റി മുറിച്ചു മാറ്റി അധികാരികൾക്ക് നൽകേണ്ടി വന്ന ഒരു സംഭവം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. അതുകൊണ്ടാണ് ഈ സംഭവം ഒരേ സമയം വിചിത്രവും നിസ്തുലവുമായി മാറുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പ്രദീപ് പറയുകയുണ്ട് 1803 ഈ സംഭവം നടന്നത് എന്ന് പറയുന്നു. മറ്റു ചില ആളുകൾ 1830 ഇങ്ങനെയൊരു സംഭവം നടന്നത് എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് മുൻപിൽ ഈ സംഭവത്തിൻ്റെ നാൾവഴികളെക്കുറിച്ച് വളരെ കൃത്യനിഷ്ഠതയോടെ പറയാവുന്ന, വസ്തുനിഷ്ഠമായി പറയാവുന്ന ചരിത്ര സാമഗ്രികളൊന്നും ലഭ്യമല്ല. എന്തുകൊണ്ടാണ് കേരള ചരിത്രകാരന്മാർ കേരളത്തിൻ്റെ വളരെ അതിവിദൂര ഭൂതകാലത്തെക്കുറിച്ചും മധ്യകാലത്തെക്കുറിച്ചും ആധുനിക കാലത്തെക്കുറിച്ചും രാജഭരണത്തെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ സവിസ്തരമായി ഗവേഷണം ചെയ്തിട്ടുള്ള ചരിത്രകാരന്മാർ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സംഭവത്തിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ എന്തുകൊണ്ട് അവർ ഗവേഷണം ചെയ്തില്ല? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലം വരെ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു മിത്താണ് കേരളോൽപ്പത്തി മിത്ത് എന്ന് പറയുന്ന. പരശുരാമൻ ബ്രാഹ്മണർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, മഴിവെറിഞ്ഞ് കടലിൽ നിന്ന് എടുത്ത ഒരു ഭൂമിയാണ് കേരളം എന്ന മിത്ത് അടുത്ത കാലം വരെ സജീവമായിരുന്നു. അപ്പം ഈ മിത്ത് യഥാർത്ഥ സത്യമാണോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. പരശുരാമൻ ബ്രാഹ്മണർക്ക് വേണ്ടി മഴിവെറിഞ്ഞ് തൻ്റെ ദിവ്യശക്തി കൊണ്ട് സൃഷ്ടിച്ച ഒരു ഭൂപ്രദേശമാണ് എന്ന ഒരു മിത്ത് എന്താണ് അർത്ഥമാക്കുന്നത്, അതെന്താണ് ധ്വനിപ്പിക്കുന്നത് എന്നതാണ്. ലോകത്ത് ഒരിടത്തും ഈ മിത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മിത്തുകൾ സ്വയം ഞങ്ങൾ ഈ മിത്ത് സത്യമാണ് എന്ന് അവകാശപ്പെടുന്നില്ല. മിത്തുകൾ നിലനിൽക്കുന്നത് അതിൻ്റെ ട്രൂത്ത് ക്ലെയിം കൊണ്ടല്ല. മിത്ത് എന്ത് തരം അർത്ഥങ്ങളാണ്, എന്ത് തരം വൈകാരികമായ ധ്വനികളാണ് അത് കേൾക്കുന്നവരിൽ, ആ മിത്തിന് വിധേയമാകുന്നവരിൽ, ആ മിത്തുകൾ പറഞ്ഞ് തലമുറകൾ സൃഷ്ടിക്കുന്ന ആ ഒരു ഇമോഷണൽ ഇഫക്റ്റാണ് എല്ലാ കാലത്തും മിത്തുകളെ സജീവമായി നിലനിർത്തുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം 1992 ബാബരി മസ്ജിദ് തകർത്ത സംഭവം. ഈ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന മുസ്ലിം ദേവാലയം തകർക്കാനായി പോകുന്ന കർഷകർ ആരെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു ബാബർക്ക് മുൻപ് ഇത് രാമക്ഷേത്രമായിരുന്നു, അത് സത്യമാണോ, ബാബർ തകർത്തു എന്ന് പറയുന്നത് വസ്തുതയാണോ, സത്യമാണോ എന്നൊന്നും ആരും ആലോചിക്കാറില്ല. പക്ഷേ രാമക്ഷേത്രം തകർത്ത് ഒരു മുസ്ലിം ചക്രവർത്തി ഒരു മുസ്ലിം ദേവാലയം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു വാചകം അതിൻ്റെ ശ്രോതാക്കളിലും ദൃഷ്ടാക്കളിലും സൃഷ്ടിക്കുന്ന വൈകാരികമായ പ്രഭാവം എന്ത്, അതാണ് മിത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മുടെ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് ചരിത്രകാരനായ കൊസാംബിക്ക് പോലും, ഡി കൊസാംബി എന്ന് പറയുന്ന വലിയ വിഖ്യാത മാർക്സിസ്റ്റ് ചരിത്രകാരന് പോലും മിത്തിനെ സംബന്ധിച്ച് വളരെ തെറ്റായ ധാരണയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം മിത്തും യാഥാർത്ഥ്യവും, മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന പേരിൽ ഒരു പുസ്തകം, വളരെ ഗംഭീരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൊസാംബിയുടെ ധാരണ മിത്ത് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ലാത്തത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. പക്ഷെ മിത്ത് ഒരു കാലത്തും യാഥാർത്ഥ്യത്തെ അല്ല ധ്വനിപ്പിക്കുന്നത്. അത് കേൾക്കുന്നവരിൽ, അത് കാണുന്നവരിൽ എന്ത് തരം ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിയും, ഏത് തരം പ്രവർത്തനങ്ങൾക്ക് അവരെ സജ്ജമാക്കാൻ കഴിയും എന്ന അതിൻ്റെ ധ്വനിയിലാണ് മിത്തുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ നങ്ങേലിയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന കഴിഞ്ഞ 200 വർഷമായി തുടരുന്ന ഈ മിത്തിനെ കുറിച്ച് ഗവേഷണം നടത്താനോ, ഈ മിത്തിന് പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ ഇത് മിത്ത് തന്നെയാണോ? മിത്താണെങ്കിൽ ഈ മിത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള, ഈ മിത്തിനെ സാധ്യമാക്കിയ സാമൂഹികവും മനഃശാസ്ത്രപരവുമായ സാഹചര്യം എന്തായിരുന്നു എന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ അത്ര അധികം പുറകോട്ടൊന്നും പോകേണ്ടാത്ത
സമീപകാല ഭൂതകാലം ഒരു 200 വർഷത്തെ ചരിത്രം എന്നത് ഇന്നത്തെ മലയാളിക്ക് ലജ്ജ തോന്നുന്ന തരം പ്രാകൃതവും വികൃതവുമായിരുന്നു എന്ന സത്യം പുറത്തു വരും എന്ന ഭയം കൊണ്ടായിരിക്കാം കേരള ആധുനിക ചരിത്ര രചനയ്ക്ക് നേതൃത്വം കൊടുത്ത വിഭാഗങ്ങൾ ആരും തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മിത്തിനെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ തങ്ങളുടെ ഗവേഷണ വിഷയമാകാതിരുന്നത്. ഇന്നത്തെ ലോകത്ത് എവിടെയും ജീവിക്കുന്ന മനുഷ്യന്റെ സമകാലീനമായ മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയില്ല. ഒരു പ്രത്യേക സമുദായത്തിൽ അല്ലെങ്കിൽ ഈഴവർ തൊട്ട് താഴോട്ടുള്ള ആളുകൾ ആ സമുദായത്തിലെ സ്ത്രീകൾക്ക് തങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു മേൽഭാഗം ആച്ഛാദനം ചെയ്യാൻ അവകാശമില്ലാത്ത ഒരു സാമൂഹിക മത ജാതി സമ്പ്രദായം നിലനിന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇന്നലകൾ എന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഈ ചേർത്തലയിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ മുലച്ചിപ്പറമ്പ് എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അത് ഇന്ന് മനോരമ കവല എന്ന പേരിൽ, അതും മുലച്ചിപ്പറമ്പ് സൃഷ്ടിക്കാവുന്ന കുറ്റബോധവും അപകർഷതയും കൊണ്ടാകാം ആ സ്ഥലത്തെ മനോരമ കവല എന്ന് മാറ്റിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് അപേക്ഷിക്കുകയാണ്, ഈ സ്ഥലം, ഈ ഓർമ്മ വീണ്ടും പുനരാവാഹിക്കുന്നതിന് വേണ്ടി ഇന്ന് മനോരമ കവല എന്നറിയപ്പെടുന്ന സ്ഥലം മുലച്ചിപ്പറമ്പ് എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ഒരു പ്രക്ഷോഭം കൂടി ആരംഭിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇപ്പം ഈ 1803 ഈ സംഭവം നടന്നതെങ്കിൽ നങ്ങേലിയുടെ ഈ ധീരമായ രക്തസാക്ഷിത്വത്തിന് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്ര പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ലോക ചരിത്രപരമായ വേൾഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ്. ഈ ചെറിയ ഗ്രാമമായിരുന്ന ചേർത്തലയിൽ മിക്കവാറും നിരക്ഷരയായിരിക്കാനിടയുള്ള, അന്ന് ഈഴവർ തൊട്ട് താഴോട്ടുള്ളവർക്ക് അക്ഷരാഭ്യാസം നിഷിദ്ധമായിരുന്നു, അതുകൊണ്ട് തീർച്ചയായും നിരക്ഷരയായിരുന്ന നങ്ങേലി എന്ന യുവതിയുടെ ഈ രക്തസാക്ഷിത്വത്തിന് ലോക ചരിത്രപരമായ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, ഈ ലോക ചരിത്രത്തെയാകെ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തെയാകെ ഭൂപാളികൾ ഇളകിത്തെറിക്കുന്നത് പോലെ ഇളക്കി മാറ്റിയ സംഭവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്, ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദി സിറ്റിസൺ. പുരുഷന്റെയും പൗരന്റെയും മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന രേഖയിലൂടെയാണ് ഫ്രഞ്ച് വിപ്ലവം അതിൻ്റെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന എക്കാലത്തെയും വലിയ മുദ്രാവാക്യങ്ങൾ പ്രഖ്യാപിച്ചത്. 2 വർഷം കഴിഞ്ഞ് ഒളിമ്പിയ റോഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ലിംഗപരമായ അനീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട്, ഇത് പുരുഷന്റെ അവകാശമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഫ്രഞ്ച് വിപ്ലവം നടന്നത് മുഴുവൻ മനുഷ്യരാശിയുടെയും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും സ്ത്രീയുടെയും പുരുഷന്റെയും സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനും വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഈ റോഷ് എന്ന് പറയുന്ന സ്ത്രീ ഒരു ബദൽ പ്രഖ്യാപനം നടത്തിയുണ്ടായി. അതിൻ്റെ പേര് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ഫീമെയിൽ സിറ്റിസൺ എന്നായിരുന്നു. 1791 നടന്നത്. അത് കഴിഞ്ഞ് 1798 ഇംഗ്ലണ്ടിൽ മേരി വൂളൻ സ്റ്റോട്ടൺ എന്ന് പറയുന്ന മറ്റൊരു ആദ്യകാല ഫെമിനിസ്റ്റ് ചിന്തക ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ കൗണ്ടർ മാനിഫെസ്റ്റോ എന്ന പേരിൽ മറ്റൊരു രേഖയും എഴുതി പ്രകാശനം ചെയ്തു. അപ്പം ഇത് ഏതാണ്ട് 1790 എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ലോക ചരിത്രത്തിലെ ആദ്യത്തെ സ്ത്രീ സ്വാതന്ത്ര്യ വിളംബരം നടന്ന് 10-15 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ നിരക്ഷരിയായ ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ അവകാശത്തിന് വേണ്ടി സ്വന്തം അവയവം മുറിച്ചു കളയുക മാത്രമല്ല ആ ആഘാതത്തിൽ രക്തസാക്ഷിയാകേണ്ടിയും വന്നു എന്ന് പറയുന്നത് ഈ നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീയെ ലോക ചരിത്രത്തിലെ ധീരമായ രക്തസാക്ഷിത്വങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ അർഹത നേടിക്കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു വ്യത്യാസം കൊണ്ട് നാം മനസ്സിലാക്കണം. ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ബദൽ മാനിഫെസ്റ്റോകൾ തയ്യാറാക്കിയ സ്ത്രീകൾ വിദ്യാസമ്പന്നകളായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസവും അറിവും ആരും നിഷേധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സാമൂഹ്യമോ മതപരവുമായ സംവിധാനങ്ങളെ നിലനിന്നിട്ടില്ലാത്ത രാജ്യങ്ങളായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും. പക്ഷേ നമ്മുടെ നങ്ങേലിക്ക് ഇങ്ങനെ ഒരു രേഖ എഴുതിയുണ്ടാക്കാൻ ആവശ്യമായ സാക്ഷരതയോ വിദ്യാഭ്യാസമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നങ്ങേലിയുടെ പ്രതിഷേധത്തിനും
പ്രതിരോധത്തിനും കലാപത്തിനുമുള്ള വേദിയായി മാധ്യമമായി തിരഞ്ഞെടുത്തത് സ്വന്തം ശരീരത്തെ തന്നെയാണ് എന്നത്, അല്ലെങ്കിൽ സ്വന്തം ശരീരം കൊണ്ട് താൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ അനീതിയോട് പ്രതിഷേധിക്കണം എന്ന് ഒരു യുവതിക്ക് തീരുമാനിക്കേണ്ടി വരുന്ന അവസ്ഥ യൂറോപ്യനിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ നങ്ങേലിയുടെ രക്തസാക്ഷിത്വത്തിന് ലോകചരിത്ര പ്രാധാന്യമുള്ളപ്പോൾ തന്നെ അതിൽ തന്നെ നിസ്തുലമായ ഒരു സ്ഥാനം കൈവരികയാണ്. സ്വന്തം ശരീരം കൊണ്ട്, സ്വന്തം ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങൾക്ക് അന്നത്തെ ജാതി മേധാവികൾ അല്ലെ അന്നത്തെ ഹിന്ദു സമൂഹത്തിന്റെ വക്താക്കൾ വില പറഞ്ഞിരുന്നുവോ, ആ സമ്പ്രദായത്തിനെതിരെ സ്വന്തം ശരീരത്തെ തന്നെ മാധ്യമമാക്കിക്കൊണ്ട് സ്വന്തം ശരീരത്തിലൂടെ തന്നെ പ്രതിഷേധിക്കേണ്ടി വരിക എന്നത് നങ്ങേലിയുടെ ഈ രക്തസാക്ഷ്യത്തെ ഒരുപക്ഷെ ജോവാൻ ഓഫ് ആർക്കിന്റെ രക്തസാക്ഷിത്വം അതും ഒരു മിത്താണ്. പക്ഷേ നൂറ്റാണ്ടുകളായി ഇന്നും യൂറോപ്പിനെ ആവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിത്താണ് ജോവാൻ ഓഫ് ആർക്കിൻ എന്ന് പറയാം, അവരുടെ ആത്മാഹുതിയുടെ മിത്ത്. അപ്പൊ ഇവിടെ നങ്ങേലി നടത്തുന്ന ഈ ആത്മാഹുതി, ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് തൻ്റെ മുലകൾ അറുത്തെടുത്ത് ഇലയിൽ വെച്ച് നികുതി പിരിക്കാൻ വന്ന നികുതി ഉദ്യോഗസ്ഥർക്ക്, രാജാവിൻ്റെ കിങ്കരന്മാർക്ക് കാണിക്ക വയ്ക്കുക, ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട നികുതി ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുൻപിൽ മരിച്ചു വീഴുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ്. ഇവിടെ നാം ഓർക്കേണ്ടത്, ഈ ലോകത്തെ ഏത് രാജ്യത്തെ നികുതി സമ്പ്രദായങ്ങൾ, പഴയകാലത്തെയും പുതിയ കാലത്തെയും നികുതി സമ്പ്രദായങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ മനുഷ്യന്റെ അവയവങ്ങൾക്ക് മേൽ നികുതി ചുമത്തിയിരുന്ന ഒരു സമ്പ്രദായം ലോകത്തെവിടെയും ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാരണം നികുതിയുടെ ലക്ഷ്യം എന്ന് പറയുന്ന എവിടെയായാലും ഏത് ഭരണാധികാരിയായാലും നികുതിയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ രാജാവിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമാണ്. ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ അനിസ്ലാമിക മതങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് ജസി എന്ന് പറയുന്ന നികുതി ഏർപ്പെടുത്തിയിരുന്നതായി കേട്ടിട്ടുണ്ട്. പക്ഷേ ജസി എന്ന നികുതിയും ആ മനുഷ്യരെ ബഹിഷ്കരിക്കുന്നതിനുള്ള സമ്പ്രദായമായിരുന്നില്ല. പക്ഷെ ഇവിടെ മുലക്കരം, തലക്കരം ഞാൻ കേട്ടത് ചെറിയ പെൺകുട്ടികൾ അവരുടെ ഈ മാറിടം വളർന്നു വരാൻ തുടങ്ങുന്നത് മുതൽ ഇത് ജൈവമായി ആരും ആഗ്രഹിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല, ആരുടെയും തീരുമാനം കൊണ്ടുണ്ടാകുന്നതല്ല, വളരെ പ്രകൃതിസിദ്ധമായ, വളരെ നൈസർഗികമായ ഒരു ശാരീരിക വളർച്ചയുടെ ഭാഗമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മാറിടത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇത് വളരുന്ന ആ സമയം മുതൽ തന്നെ ആ വളർച്ചയുടെ തോതനുസരിച്ച് നികുതി ഈടാക്കിയിരുന്നു എന്നാണ് ഇതേപ്പറ്റി പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഈഴവർ തൊട്ട് താഴോട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഈ ശരീരത്തിലെ അവയവങ്ങൾ വളരണമെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ കാവൽ നായ്ക്കളായിരുന്ന രാജാക്കന്മാർക്ക് നികുതി കൊടുക്കണമായിരുന്നു എന്നത്, നിങ്ങളുടെ അവയവം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവൻ രാജാവിന് ദാനമാണ് എന്ന് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു നികുതി കൊടുത്ത് ജീവിക്കേണ്ടി വരിക എന്നത് വാസ്തവത്തിൽ ആ നികുതിക്ക് വിധേയമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നികുതി പണത്തിന്റെ കാഠിന്യമല്ല, നികുതി കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടോ സാമ്പത്തികമായ ഭാരമോ അല്ല, നാണം കെടുക എന്നതാണ്. അപ്പം മനുഷ്യരെ നാണം കെടുത്താൻ വേണ്ടി നികുതി ഏർപ്പെടുത്തുക എന്ന സമ്പ്രദായം തിരുവിതാംകൂറിലെ കേരളത്തിലെ ഹിന്ദുയിസത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ലോക ചരിത്രത്തിൽ ഒരു ഭരണാധികാരിയും നികുതിദായകരെ നാണം കെടുത്തുന്നതിന് വേണ്ടി നികുതി ഏർപ്പെടുത്തിയതായി നികുതി ചരിത്രകാരന്മാരാരും രേഖപ്പെടുത്തിയിട്ടില്ല. വരുമാനം വർദ്ധിപ്പിക്കുക, സമ്പത്തുണ്ടാക്കുക, അല്ലെങ്കിൽ കൊള്ളയടിക്കുക, പണം കൊള്ളയടിക്കുക, പ്രജകളുടെ പണം കൊള്ളയടിക്കുക എന്ന് മാത്രമാണ് എല്ലാ കാലത്തെയും നികുതിയുടെ ലക്ഷ്യം. പക്ഷെ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ താങ്ങി നിർത്തിയിരുന്ന മഹാരാജാക്കന്മാർ ഏർപ്പെടുത്തിയിരുന്ന നികുതിയുടെ ലക്ഷ്യം സാമ്പത്തികമായിരുന്നില്ല, വരുമാനമായിരുന്നില്ല. പ്രജകളെ, അതും പ്രത്യേക ജാതികളിൽപ്പെട്ട മനുഷ്യരെ, സ്ത്രീകളെ നാണം കെടുത്തുക ആയിരുന്നു നികുതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിഭീകരമായ, നമ്മുടെ ചരിത്രം ഒട്ടും അഭിമാനാർഹമായിരുന്നില്ല നമ്മുടേത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. പക്ഷേ എത്രയോ നൂറ്റാണ്ടുകളായി ഈ കേരളത്തിലെ ഈഴവരും ദളിതരും പുലയരും കുറവരും ഈ വിശ്വകർമ്മജരും ഒക്കെ ഇങ്ങനെ നാണം കെട്ടു തന്നെയായിരുന്നു ജീവിച്ചു പോകുന്നത്. ആർക്കും നങ്ങേലിക്ക് മുമ്പ് വരെ ഒരൊറ്റ സ്ത്രീക്ക് പോലും, ഒറ്റ മലയാളി സ്ത്രീക്ക് പോലും, ഒരൊറ്റ ഈഴവ സ്ത്രീക്ക് പോലും ഈ ഏർപ്പാട് നാണക്കേടുണ്ടാക്കുന്നതാണ് എന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ തീർച്ചയായും ഈ നാണം കെടുത്തലിനെതിരെ നാണം കെട്ടി ജീവിക്കുന്നവർ പ്രതിഷേധിക്കുമായിരുന്നു, പ്രതിരോധിക്കുമായിരുന്നു, കലാപം ചെയ്യുമായിരുന്നു. പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മനുഷ്യർക്ക് ഈ ശരീരത്തിന് നാണം
മാനം എന്നൊക്കെ സഹജമായി തോന്നുന്ന വികാരങ്ങളല്ല. ഒരു പ്രത്യേക മൂല്യ വ്യവസ്ഥയും സൗന്ദര്യബോധവും ഒക്കെ ആർജിക്കുന്നതോടെയാണ് തങ്ങളുടെ ശരീരത്തിന് നാണവും മാനവുമുണ്ട് എന്നൊക്കെയുള്ള ആശയങ്ങൾ, മൂല്യങ്ങൾ വരുന്നത്. അതിപ്രാചീന കാലത്ത് മനുഷ്യർ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് പലതരത്തിലുള്ള തോലുകൾ ഉപയോഗിച്ചിരുന്നു. ലതാദികൾ, സസ്യങ്ങളും എൻ്റെ തോലുകളൊക്കെ ഉപയോഗിച്ച് ശരീരം മറച്ചിരുന്നു. പക്ഷെ അന്നത്തെ വസ്ത്രധാരണത്തിൻ്റെ ലക്ഷ്യം തന്നെ പ്രകൃതിയെ നേരിടുക, ചൂടിലും തണുപ്പിൽ നിന്ന് രക്ഷ നേടുക, കാലാവസ്ഥയെ പ്രതിരോധിക്കുക എന്നതായിരുന്നു. പക്ഷെ നാഗരികതകളുടെ ആവിർഭാവത്തോടെ കാലാവസ്ഥയെ നേരിടുക, ശരീരത്തെ സംരക്ഷിക്കുക എന്നത് മാറി സൗന്ദര്യം തന്നെ ഒരു സൗന്ദര്യ വസ്തുവായി നാം സ്വയം ആരാധിക്കാൻ തുടങ്ങുന്നു. പലതരത്തിലുള്ള ആഭരണങ്ങൾ, പലതരത്തിലുള്ള നിറങ്ങൾ ശരീരത്തിൽ തേൽക്കുക, പലതരത്തിലുള്ള മൂക്കുത്തികളും വളകളും മാലകളും ഇടുക, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ. ലോകത്തെല്ലാ മനുഷ്യർക്കും കാലാവസ്ഥയെ നേരിടാനായിരുന്നുവെങ്കിൽ ഒരേ തരം വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ലോകത്ത് പല ജനങ്ങളും അവരുടെ സംസ്കാരം, ഭാഷ, അവരുടെ നാട്ടാചാരങ്ങളൊക്കെ അനുസരിച്ച് വിവിധ തരത്തിലും രൂപത്തിലും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ ശരീരത്തിന് നാണവും മാനവുമുണ്ട് എന്ന ഒരു മൂല്യബോധം, എന്നൊരു പുതിയ ഭാവുകത്വം മനുഷ്യർക്കുണ്ടാകുന്നത്. പക്ഷേ 19-ാം നങ്ങേലിക്ക് മുമ്പ് വരെ അത്തരം ശാരീരികമായ നാണവും മാനവും എന്ന മൂല്യബോധം കേരളത്തിലെ മനുഷ്യർക്ക്, പ്രത്യേകിച്ചും താഴ്ന്ന ജാതികളിലെ ആളുകൾക്കുണ്ടായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. അതിന് മറുവശം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഉയർന്ന മാനവിക മൂല്യങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കാൻ തക്ക ഒരാശയ സംഹിത ഈ ഇന്ത്യയിൽ, കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സമൂഹത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും താഴ്ന്ന മനുഷ്യരാണ്. വലിയ ഒരു ഏണിയിൽ മുകളിൽ താഴോട്ട് വരുന്തോറും, ഓരോ താഴോട്ട് വരുന്തോറും തങ്ങൾ കുറഞ്ഞവരാണ്, തങ്ങൾ പതിതരാണ്, അസ്പൃശ്യരാണ് എന്ന് മനുഷ്യരെ കൊണ്ട് സ്വയം വിശ്വസിപ്പിച്ചു പോന്ന ഒരു സംവിധാനമാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലുള്ള ബ്രാഹ്മണൻ എല്ലാ മനുഷ്യർക്കും അതീതനാണ്. പക്ഷെ അഥവാ മനുഷ്യനായി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏക വ്യക്തികൾ, ഏക സമൂഹം എന്ന് പറയുന്ന ബ്രാഹ്മണർ മാത്രമാണ്. ബാക്കി എല്ലാവരും അവർക്ക് സേവ ചെയ്ത് ജീവിക്കേണ്ട, അവരുടെ സൗജന്യം കൊണ്ടും അവരുടെ ഔദാര്യം കൊണ്ടും മാത്രം ജീവിതം പുലർത്തേണ്ട മൃഗതുല്യരായ ആളുകളാണ്. അങ്ങനെ മാനുഷികത തന്നെ നിഷേധിക്കപ്പെട്ട, മാനുഷികത തന്നെ ചോർത്തപ്പെട്ടവരായിരുന്നു സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ. കേരളത്തിലും ഈ അന്നത്തെ ജനസംഖ്യ 1800 ജനസംഖ്യ എത്രയാണെങ്കിൽ ആ ജനസംഖ്യയുടെ 80-90% ഈഴവർ തൊട്ട് താഴോട്ടുള്ളവർ ായിരുന്നു. അപ്പൊ ഈ സമൂഹങ്ങളിൽ മനുഷ്യരാരും തന്നെ തങ്ങൾ മനുഷ്യരാണ് എന്നതുകൊണ്ട് തങ്ങൾക്ക് നാണവും മാനവും ലഭിക്കാനുള്ള അർഹതയുണ്ടെന്നോ നങ്ങേലിക്ക് മുമ്പ് ആരും വിചാരിച്ചിരിക്കാൻ, അങ്ങനെ ഭാവന ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടെ ഇന്ത്യയിലും കേരളത്തിലും പുതിയ ചില മാറ്റങ്ങൾ വരുന്നു. കമ്പോളത്തിൽ പുതിയ സാധനങ്ങൾ വരുന്നത് പോലെ തന്നെ ഈ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഫലമായി ഇവിടേക്ക് വന്ന പുതിയ ആശയങ്ങൾ, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച മനുഷ്യർ ജന്മനാ തുല്യരാണ്, മനുഷ്യർ ജന്മനാ സമരാണ്, മനുഷ്യർക്കിടയിൽ മനുഷ്യ സമത്വം എന്ന ആശയം പ്രകൃതിദത്തമായ ഒരു ആവശ്യം, നാച്ചുറൽ റൈറ്റാണ്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ താഴെയും മുകളിലുമായി കാണുന്നത് അനീതിയാണ് എന്നൊക്കെയുള്ള ആശയങ്ങൾ ഒരുപക്ഷെ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ പാർശ്വഫലങ്ങളായി കേരളത്തിൽ പ്രചരിച്ചതാണ് എന്നാണ് എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആശയങ്ങൾ നിരക്ഷരയായിരുന്ന സാധാരണ ഈഴവ സ്ത്രീയായിരുന്ന നങ്ങേലിയെയും സ്വാധീനിച്ചിരിക്കാം എന്നാണ് ഞാൻ ബലമായി വിശ്വസിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നങ്ങേലിയുടെ രക്തസാക്ഷ്യത്തിന് ശേഷം കുറെ അധികം വർഷങ്ങൾ കഴിഞ്ഞ് കേരളത്തിൽ നടന്ന 2 സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം. ഈ ബ്രിട്ടീഷ് സാമീപ്യവും ബ്രിട്ടീഷ് സാന്നിധ്യവും കേരളത്തിൽ ഉണ്ടാക്കിയ മനുഷ്യരുടെ ഇടയിലെ പുതിയ വിചാരങ്ങളെയും പുതിയ മൂല്യങ്ങളെയും പരിചയപ്പെടുന്നതിനുള്ള 2 ഉദാഹരണങ്ങൾ ഞാൻ ചെറിയ വാക്കുകളിൽ പറയാം. അതൊന്ന് 1891 ജൂൺ 21-ാം തീയതി മനോരമ പത്രത്തിൽ മുഖപ്രസംഗമായി വന്ന വാർത്തയാണ്. അവിടെ നടന്ന സംഭവം, ഈ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആദ്യം ബ്രിട്ടീഷുകാർ വന്ന സ്ഥലമാണത്. ഈ അഞ്ചുതെങ്ങ് തിരുവിതാംകൂർ രാജാവൊക്കെ വന്നതിന് ശേഷവും മാർത്താണ്ഡവർമ്മയൊക്കെ വന്നതിന് ശേഷവും ഇത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടില്ല, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി നിലനിൽക്കുകയായിരുന്നു. അപ്പം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്ക് നിരന്തരം നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഈ ചെറിയ പ്രദേശം, തിരുവിതാംകൂറിനകത്തുള്ള ഈ ചെറിയ പ്രദേശം തിരുവിതാംകൂറിനോടൊപ്പം ചേർക്കണം എന്ന് പറയുന്ന ഒരു അനവധി നിവേദനങ്ങൾ അയച്ചതിനെ തുടർന്ന് 1891 ജൂൺ 21-ാം തീയതി തിരുവിതാംകൂർ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് റെസിഡന്റ് ഈ
അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ആ തദ്ദേശവാസികളുടെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളുടെ വലിയ ഒരു പൊതുയോഗം വിളിച്ചു ചേർത്തു. ഇങ്ങനെ ഒരു നിവേദനം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നാട്ടുകാരുടെ ജനഹിതം അറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗ്, ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഈഴവർ തൊട്ട് താഴോട്ടുള്ള മുഴുവൻ പ്രജകളുടെയും മുഴുവൻ മനുഷ്യരുടെയും അഭിപ്രായം, ഞങ്ങൾ മഹാരാജ്ഞിയുടെ കീഴിൽ, മഹാരാജ്ഞി എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ മഹാരാജ്ഞിയല്ല, ബ്രിട്ടീഷ് മഹാരാജ്ഞിയുടെ കീഴിൽ തുല്യ മനുഷ്യരായി സുഖങ്ങളോടെ ജീവിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ആരും സവർണനെന്നും അവർണനെന്നും ആരും വേർതിരിക്കുന്നില്ല, ഞങ്ങളുടെ ഭക്ഷണങ്ങൾക്ക് വേർതിരിവില്ല, ഞങ്ങളുടെ വസ്ത്രങ്ങൾക്ക് ആരും വേർതിരിവ് കൽപ്പിക്കുന്നില്ല, ഞങ്ങൾ പേരിടുന്നതിന് ചാത്തനെന്നും മറുതിയെന്നും താഴ്ന്ന ജാതിക്കാർക്ക് പേരിടേണ്ട അവസ്ഥ അഞ്ചുതെങ്ങിലില്ല. അതുകൊണ്ട് തുടർന്നും ബ്രിട്ടീഷ് മഹാരാജ്ഞിയുടെ കീഴിൽ തന്നെ താമസിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. തിരുവിതാംകൂറിലെ ഹിന്ദു രാജാക്കന്മാരുടെ കീഴിലെ അടിമത്തത്തിലേക്ക്, നരകതുല്യമായ അടിമത്തത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടല്ലേ എന്ന് ബ്രിട്ടീഷ് റെസിഡന്റിനോട് അഞ്ചുതെങ്ങിലെ അവർണരായ ആളുകൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, അവർ മുസ്ലിങ്ങളാണ്, അവർ രാജ്യദ്രോഹികളാണ്, ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നു, നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്. നമ്മൾ സംഘടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഈ മുക്കിന് പള്ളി പണിയുന്നതും കള്ളക്കടത്ത് നടത്തുന്നതും അല്ലെങ്കിൽ പശുവിനെ കൊല്ലുന്നതുമൊക്കെ. പക്ഷെ ഒരു 100 വർഷം മുമ്പ് അധസ്ഥിതരായിരുന്ന ആളുകൾ പറയുകയാണ്, ഈ സവർണ രാജാവിൻ്റെ നരകതുല്യമായ തിരുവിതാംകൂറിലേക്ക് ഞങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുക്കല്ലേ എന്ന് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റിൻ്റെ പ്രതിനിധിയായ റെസിഡന്റിനോട് പറയുകയാണ്. ആ കൊളോണിയലിസ്റ്റിനെതിരെയാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും ഒക്കെ സമരം ചെയ്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയത്. പക്ഷെ ഇത് ഈ ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ ഉണ്ടായ കാലം തൊട്ടുണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ചു കളയേണ്ട ഒരു തിന്മയാണ് എന്ന് കരുതിയിരുന്ന ഒരു വിഭാഗവും ഇന്ത്യയിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് നമ്മുടെ സ്വദേശീയർ തന്നെയായ, നമ്മുടെ നാട്ടുകാർ തന്നെയായ സവർണരുടെ അടിമത്തത്തിൽ നിന്ന് തങ്ങൾക്ക് ഒരു പരിധിവരെ മോചനം ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതിയിരുന്ന ഒരു വിഭാഗവും ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷം. ആ വിഭാഗത്തിൻ്റെ ശബ്ദം 1920കളിലും 30കളിലും കേരളത്തിൽ ഏറ്റവും ശക്തമായി മുടക്കിയത് സഹോദരൻ ആയിരുന്നു എന്നതും യാദൃശ്ചികമല്ല. സഹോദരൻ അയ്യപ്പൻ്റെ ലേഖനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഈ സവർണ കോൺഗ്രസ് ചേർന്ന് പഴയ സവർണ ഹൈന്ദവ രാജ് പുനഃസ്ഥാപിക്കാനാണ് മഹാത്മാഗാന്ധി ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് ഈ സവർണ ഹൈന്ദവ രാജ് കൊണ്ട് മടുത്തു, ഇനിയും കുറച്ചുനാൾ ബ്രിട്ടീഷുകാർ ഭരിക്കട്ടെ. കുറഞ്ഞപക്ഷം ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് കൊണ്ട് ഈ റോഡുകളിൽ നിന്ന് ഞങ്ങളെ ആരും പായിക്കുന്നില്ല, സ്കൂളുകളിൽ ഞങ്ങളെ ആരും മാറ്റിപ്പായിക്കുന്നില്ല. ബ്രിട്ടീഷുകാർ വന്ന മിഷനറിമാർ സ്ഥാപിച്ച സ്കൂളുകളിലാണ് കേരളത്തിൽ ആദ്യമായി ഏതെങ്കിലും ഒരു ഈഴവൻ അക്ഷരാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ദലിതൻ, ഏതെങ്കിലും ഒരു പുലയൻ അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു എന്ന് അഭിമാനിക്കുന്ന ആളുകൾ നടത്തിയിരുന്ന സ്കൂളിലോ കോളേജിൽ നിന്നോ അല്ല. മിതവാദ കൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട്, സാമൂതിരി രാജാവിൻ്റെ സ്കൂളിൽ അപേക്ഷിച്ചാൽ ഈഴവൻ്റെ പ്രവേശനമില്ല. അതേസമയം ബാസൽ മിഷനറി സ്കൂളിൽ അപേക്ഷിച്ചാൽ അപ്പം തന്നെ അവർക്ക് അഡ്മിഷൻ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ പൊതുനിരത്തുകൾ നമുക്ക് നിഷേധിച്ചിരുന്ന, പൊതുവിദ്യാലയങ്ങൾ നിഷേധിച്ചിരുന്ന, പൊതു കിണറുകളിൽ നിന്ന് ജലം നിഷേധിച്ചിരുന്ന ആളുകൾ ഇന്ന് പറയുകയാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവർ ഒന്നിക്കണമെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢലക്ഷ്യമുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരളത്തിൽ നിലനിന്നിരുന്ന ഇത്രത്തോളം അടിമ സമാനമായ ഒരു സമ്പ്രദായത്തിൽ നങ്ങേലിയായിരിക്കും ഒരുപക്ഷെ ആദ്യമായി തൻ്റെ ഉടലിൻ്റെ അഭിമാനത്തെക്കുറിച്ച്, ഉടലഭിമാനം എന്ന് പറയുന്ന ഒരാശയം, ഒരു മൂല്യം ആദ്യമായി മുന്നോട്ട് വയ്ക്കേണ്ടി വന്നത്. ഇവിടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവകാശ പ്രഖ്യാപനത്തിന് ബദൽ രേഖ ചമച്ച റൗഷൻ ഒരിക്കലും ഉടലഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ആരും സ്ത്രീകളുടെ ഉടലിന് വിലയിട്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും സ്ത്രീകളെ നാണം കെടുത്തി ഭരിച്ചിരുന്നില്ല. പക്ഷേ കേരളത്തിലെ ഹിന്ദു രാജാക്കന്മാർ ഈ സ്ത്രീകളെ നാണം കെടുത്തി ഭരിച്ചിരുന്നത് കൊണ്ടാണ് ഈ നങ്ങേലിക്ക് തൻ്റെ ഉടലഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി, തൻ്റെ ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ വിലയായി നൽകേണ്ടി വന്നു എന്നത് വാസ്തവത്തിൽ കേരളത്തിലെ അതുവരെ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികവും മൂല്യപരവുമായ കെട്ടുപാടുകളെ തല്ലി തകർക്കുന്ന അല്ലെങ്കിൽ അട്ടിമറിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നങ്ങേലിയുടെ രക്തസാക്ഷിത്വത്തെ
ആധുനിക രാഷ്ട്രീയ കേരളത്തിൻ്റെ, ആധുനിക പ്രബുദ്ധ കേരളത്തിൻ്റെ ഒരു ഫൗണ്ടേഷണൽ ഇവന്റ് എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫൗണ്ടേഷണൽ ഇവന്റാണ്. ഉടലിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ആത്മാഭിമാനത്തെക്കുറിച്ച് ഒക്കെയുള്ള ആശയങ്ങൾ കേരള ജനതയ്ക്ക്, കേരളത്തിലെ അവർണ അധസ്ഥിത ജനതയ്ക്ക് മുന്നിലേക്ക് സംഭാവന ചെയ്ത നങ്ങേലി അതുകൊണ്ട് ഈ പ്രബുദ്ധമായ രാഷ്ട്രീയ കേരളത്തിൻ്റെ ആദ്യ ശില്പിയാണ് എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. അതിനുശേഷം തുടർന്നുള്ള നാളുകളിൽ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും മാറാട്ടുപുഴ, വേലായുധപ്പണിക്കരെ പോലെയൊക്കെയുള്ള ഒരുപാട് പോരാളികൾ സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം മെയ്ക്കരുത്ത് കൊണ്ടും സ്വർണ്ണാധിപത്യത്തിനെതിരായി കലാപം ചെയ്തിട്ടുണ്ട്. അപ്പം നങ്ങേലി മുതൽ വേലായുധപ്പണിക്കർ വരെയുള്ളവർ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഈ സവർണാധിപത്യത്തിനെതിരായ സമരത്തിനുള്ള മാധ്യമമായി തങ്ങൾക്ക് ലഭ്യമായിരുന്നത് കൂടുതലും മെയ്ക്കരുത്തും അഭ്യാസബലവും ശരീരവും തന്നെയായിരുന്നു. ഇതിലൂടെയൊക്കെ ഇവർ സ്ഥാപിച്ച പുതിയ ഒരു അടിത്തറയിലാണ് 20-ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ജ്ഞാനശാസ്ത്രവുമായി, പുതിയ ഒരു തത്വചിന്തയുമായി നാരായണ ഗുരു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രംഗത്ത് വരുന്നത്. ഇന്ന് നാരായണ ഗുരുവിനെക്കുറിച്ച് നാം നങ്ങേലിയിൽ നിന്ന് നാരായണ ഗുരുവിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു 100 വർഷത്തിന് 1803 നങ്ങേലിയുടെ രക്തസാക്ഷിത്വം നടന്നതെങ്കിൽ അതിൻ്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന വർഷത്തിലാണ് SNDP എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുകയും നാരായണ ഗുരു എന്ന് പറയുന്ന മനുഷ്യൻ അതിന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ SNDP രൂപീകരണത്തെ നമുക്ക് മുൻകാല പ്രാബല്യത്തോടെ നങ്ങേലിയുടെ ഒരു നൂറ്റാണ്ട് അനുസ്മരണ സമ്മേളനം എന്നുകൂടി വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അറിയാതെയാണെങ്കിൽ പോലും നങ്ങേലിയുടെ രക്തസാക്ഷിത്വത്തിന് ഒരു നൂറ്റാണ്ട് തികഞ്ഞ ദിവസം അതിനോടുള്ള ഏറ്റവും വലിയ ഒരു കടമ എന്ന നിലയ്ക്കായിരിക്കാം ഒരുപക്ഷെ ഈ കേരളത്തിലെ അധസ്ഥിത ജനതയുടെ ഈഴവരുടെ അബോധത്തിലെ ഈ നങ്ങേലി സ്മരണ SNDP എന്ന രൂപത്തിലും നാരായണ ഗുരു എന്ന രൂപത്തിലും കേരളത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത്. അപ്പം ഈ നാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് നങ്ങേലിയെപ്പോലെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. സാമാന്യ വിദ്യാസമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിലേക്ക് എങ്ങനെയാണെന്ന് ഇപ്പോഴും ചരിത്രകാരന്മാർക്ക് നിശ്ചയമില്ല. സന്യാസത്തോടും വേദാന്തത്തോടുമുള്ളൊക്കെയുള്ള ആശയങ്ങൾ, ആഭിമുഖ്യങ്ങൾ അദ്ദേഹത്തിൽ കടന്നു വരികയും അദ്ദേഹം ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം അവധൂതനായി തെക്കൻ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷം അദ്ദേഹം അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വരികയും അവിടെ ഒരു വാവൂട്ടി യോഗ, ഒരു ചെറിയ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമിതി ഉണ്ടാക്കുകയും അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ആ പ്രദേശത്ത് ചില ആചാര പരിഷ്കരണങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ പൽപ്പ് എന്ന് പറയുന്ന SNDPയുടെ സ്ഥാപകൻ, യഥാർത്ഥ ശില്പി നാരായണ ഗുരുവിനെ കണ്ടെത്തുകയും നാരായണ ഗുരുവുമായി നീണ്ട സംവാദത്തിന് ശേഷം SNDP എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അദ്ദേഹത്തെ അതിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്ത്. ഇതിന് ശേഷം ഈ SNDPയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നാരായണ ഗുരു ഒരു സാധാരണ സന്യാസി, അല്ലെങ്കിൽ ഹൈന്ദവ പാരമ്പര്യമോ അല്ലെങ്കിൽ വേദാന്ത പാരമ്പര്യമോ അനുസരിച്ച് ജീവിക്കാവുന്ന ചിട്ടവട്ടങ്ങളിൽ നിന്നും നിഷ്കർഷകളിൽ നിന്നും ഒക്കെ അടിമുടി മാറിയ ഒരു പുതിയ മനുഷ്യനാണ് 1903 ശേഷമുള്ള നാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൻ്റെ അവധൂത കാലഘട്ടത്തിൽ ഉടനീളം നാരായണ ഗുരു സംബന്ധിച്ചിരുന്നത്, സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നത് ഇതുപോലെ വീടും നാടും ഉപേക്ഷിച്ച് ഏകാകികളായി ആശ്രമങ്ങളിലും ഈ തപസ് ചെയ്യുന്ന ഗുഹകളിലുമൊക്കെ താമസിച്ചിരുന്ന സന്യാസിമാരുമായിട്ടാണ് അല്ലെങ്കിൽ സിദ്ധന്മാരുമായിട്ടാണ് ഇടപഴകിയിരുന്നതെങ്കിൽ അരുവിപ്പുറം ഈഴവ പ്രതിഷ്ഠയ്ക്കും SNDP യോഗത്തിന് ശേഷം നാരായണ ഗുരു വളരെ രാഷ്ട്രീയത്തിൻ്റെ ജനനിബിഡതയിലേക്ക് ഇറങ്ങി വരികയാണ്. പോരാളികളും പ്രക്ഷോഭകാരികളുമായി ഇടപെടാൻ തുടങ്ങുകയാണ്. അതിനു മുൻപ് സമൂഹത്തോട് വലിയ കടപ്പാടൊന്നുമില്ലാത്ത ഏകാഗികളായി മോക്ഷാർത്ഥികളായി ജീവിച്ചിരുന്ന നിരുത്തരവാദികളായ സന്യാസിമാരുടെ ആയിട്ടുള്ള സമ്പർക്കത്തിൽ നാരായണ ഗുരു ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുത്തും പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്യുന്ന മനുഷ്യർക്കിടയിലേക്കാണ് നാരായണ ഗുരു വരുന്നത്. അപ്പം ഇങ്ങനെ വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, സന്ദേശങ്ങൾ, മറ്റതുപോലുള്ള എഴുത്തുകുത്തുകൾ, ഇതൊക്കെ അദ്ദേഹം അവധൂത കാലത്ത് രചിച്ചിട്ടുള്ള സ്തോത്രകൃതിയിൽ നിന്നും ഈ SNDPയുടെ നായകരിൽ ഒരാളായി മാറിയതിന് ശേഷം അദ്ദേഹം രചിച്ചിട്ടുള്ള തൻ്റെ ദാർശനിക കൃതികൾ എന്ന് പറയുന്ന ആത്മോപദേശ ശതകം, ദർശനമാല, അദ്വൈത ദീപിക എന്ന കൃതികളിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട രീതികളാണ്. അദ്ദേഹത്തിൻ്റെ ഈ സ്തോത്രകൃതികളും
ഞാനിപ്പോൾ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ദാർശനിക കൃതികളായി അറിയപ്പെടുന്ന കൃതികളുമൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ യൗവനാരംഭത്തിൽ നാരായണ ഗുരു പോലും അറിയാതെ ഏതോ പ്രലോഭനത്തിന് വശംവദനായ അദ്ദേഹം ആന്തരികവൽക്കരിച്ചിരുന്ന ഒരു വേദാന്തത്തിൻ്റെ സന്യാസ പാരമ്പര്യത്തിൻ്റെ പ്രകാശനങ്ങളാണ് അദ്ദേഹം ഈ കൃതികളിലൊക്കെ ആവിഷ്കരിക്കുന്നത്. പക്ഷേ ഈ കൃതികളിൽ ആവിഷ്കരിക്കുന്ന ആശയങ്ങൾക്ക് നേർവിപരീതമായ പ്രസംഗങ്ങളാണ്, നേർവിപരീതമായ പ്രവൃത്തികളാണ് 1903 ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണമെന്ന ശിഷ്യരുടെയും SNDP യോഗവുമായി ബന്ധപ്പെട്ട ആളുകളുടെയും അഭ്യർത്ഥനയനുസരിച്ച് പല സ്ഥലത്തും അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇനിമേലിൽ ക്ഷേത്രങ്ങൾ പാടില്ല, ക്ഷേത്രങ്ങൾ ആളുകളെ ഒന്നിപ്പിക്കുമെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ ക്ഷേത്രം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. പക്ഷേ എൻ്റെ അനുഭവം വ്യക്തമാക്കുന്നത് ക്ഷേത്രങ്ങൾ മനുഷ്യരെ വിഭജിക്കുന്ന സ്ഥാപനങ്ങളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ക്ഷേത്രങ്ങളല്ല സ്ഥാപിക്കേണ്ടത്, സ്കൂളുകളും കോളേജുകളുമാണ് സ്ഥാപിക്കേണ്ടത് എന്ന് അദ്ദേഹം പിൽക്കാലത്ത് പറയുകയുണ്ടായി. ആദ്യമൊക്കെ അദ്ദേഹം സംസ്കൃത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് 1915 ശേഷം ഒരു കാരണവശാലും സംസ്കൃത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇന്ന് ലോകത്തിൻ്റെ ഭാഷയെന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഈഴവരും മതസ്ഥരും ഇംഗ്ലീഷ് പഠിച്ച് മാറുന്ന ലോകത്തിനൊപ്പം സഞ്ചരിക്കട്ടെ എന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം ഒരു ശിഷ്യനുമായിട്ട് സംവാദത്തിൽ, ഒന്നാം ലോക യുദ്ധത്തിൻ്റെ സമയത്താണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടണം, ബ്രിട്ടീഷുകാർ തോൽക്കണം എന്ന് നാട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നാരായണ ഗുരു എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബ്രിട്ടീഷുകാർ ജയിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് കേട്ട് ശിഷ്യൻ അമ്പരന്ന് പോയി. ബ്രിട്ടീഷുകാർ ജയിക്കണമെന്ന് നാം പ്രാർത്ഥിക്കണമെന്ന്? നമ്മുടെ ശത്രുക്കളല്ലേ ബ്രിട്ടീഷുകാർ, നമ്മളെ അടിമകളാക്കിയിരുന്നവരല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഈ ഹിന്ദുക്കൾ സ്മൃതി നോക്കി ഭരിക്കുന്നവരാണ്. ശ്രീരാമൻ്റെ കാലത്ത് പോലും ശംഭൂകന് സന്യസിക്കാനുള്ള അവകാശം തന്നിട്ടില്ല. ഇന്ന് ശ്രീരാമനായിരുന്നു തിരുവിതാംകൂർ രാജാവുകളിൽ ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു അധസ്ഥിത ജാതിയിൽ എനിക്ക് ഇങ്ങനെ ഒരു സന്യാസിയായി മാറാനുള്ള അവകാശം, സ്വാതന്ത്ര്യം ഉണ്ടായത് ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇത് വളരെ ഈ നാരായണ ഗുരുവിനെ പോലുള്ള ഒരു മിതഭാഷിയുടെ വളരെ ധ്വനിസ്വാതന്ത്ര്യമായ ഒരു പ്രസ്താവനയാണ്. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതിൽ നേതൃത്വം കൊടുത്ത ഗാന്ധിജിയും പ്രതിദാനം ചെയ്ത ആശയപരവും മൂല്യപരവുമായ മണ്ഡലത്തെ ആകെ അകത്തു നിന്നുകൊണ്ട് അട്ടിമറിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഈ ദേശീയ പ്രസ്ഥാനം തന്നെ, അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ അധസ്ഥിത ജനതയുടെ, അന്നത്തെ ഇന്ത്യൻ ജനതയുടെ 80-90% വരുന്ന അധസ്ഥിത ജനതയുടെ യഥാർത്ഥമായ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വഴി നടക്കാനും, പൊതുസ്ഥലത്ത് ജോലി ചെയ്യാനും, പൊതുക്കിണറിൽ നിന്ന് വെള്ളമെടുക്കാനും, സ്കൂളിലും കോളേജിലും വിദ്യാഭ്യാസം നേടാനും, അങ്ങനെ വിദ്യാഭ്യാസം നേടിയാൽ സർക്കാർ ഉദ്യോഗങ്ങൾ ലഭിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കെതിരെയുള്ള സമരമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം എന്ന ഒരു ആശയം പരോക്ഷമായി പ്രഖ്യാപിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരൻ്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നാരായണ ഗുരുവിൻ്റെ ഈ ശിഷ്യനോടുള്ള സംഭാഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും ഞാൻ നേരത്തെ 2 ഉദാഹരണം പറഞ്ഞത്, രണ്ടാമത്തെ ഉദാഹരണം 1897 അതും മലയാള മനോരമ പത്രത്തിലെ ഒരു എഡിറ്റോറിയലാണ്, മുഖപ്രസംഗമാണ്. കേരളത്തിലെ ആദ്യത്തെ ഹർത്താലിനെ പറ്റിയാണ്. 1897 തിരുവനന്തപുരത്ത് നടന്ന ഹർത്താൽ. ഈ ഹർത്താൽ ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കമ്പോളത്തിൽ, ആ ചാലയിലുള്ള റോഡിൽ കരിങ്കല്ലിട്ട് മൂടി തന്നെ കരാറെടുത്ത ഒരു തമിഴ് കോൺട്രാക്ടർ കരിങ്കല്ല് പണിക്ക് പൊലേരെ ഇറക്കി. ഇന്ന് പൊലേരെ കൊണ്ട് പണി ചെയ്യിക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ചാലക്കമ്പോളത്തിൽ പൊലേരെ ഇറക്കിയത് ചാലയിലെ ബ്രാഹ്മണരെയും നായരെയും അശുദ്ധമാക്കി. അതുകൊണ്ട് പൊലേർ പണി ചെയ്യാൻ പാടില്ല, പൊലയ ശരീരം ഞങ്ങളെ അശുദ്ധമാക്കി എന്ന് പറഞ്ഞ് അവർ റെസിഡന്റിനും നിവേദനം കൊടുത്തു, തിരുവിതാംകൂർ രാജാവിനും നിവേദനം കൊടുത്തു. എന്നിട്ട് തിരുവനന്തപുരം നഗരമാകെ 1997 ആഗസ്റ്റ് മാസം 21 22 ആണെന്ന് തോന്നുന്ന ഹർത്താൽ ആചരിച്ചു. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഹർത്താൽ. അപ്പോൾ കേരളത്തിലെ ഹർത്താലിൻ്റെ ചരിത്രം എന്നത് സവർണാധിപത്യം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി അവർണരെ വീണ്ടും സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമര രീതി എന്ന നിലയ്ക്കാണ് കേരളത്തിൽ തിരുവിതാംകൂറിൽ ഹർത്താലിൻ്റെ ആരംഭം എന്നത് വളരെ അതിശയകരമായി തോന്നുന്നു. പക്ഷെ അവിടെ ഈ തിരുവിതാംകൂർ രാജാവും റെസിഡന്റും ഈ നിവേദനങ്ങൾക്ക് കൊടുത്ത മറുപടി 2 തരത്തിലായിരുന്നു. രാജാവ് നിവേദനത്തിലെ ആവശ്യം അംഗീകരിക്കുകയും ഇനിമേലിൽ പൊലേരെ
പണിക്ക് റോഡ് പണിക്ക് ഇറക്കാൻ പാടില്ലെന്ന് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തുവെങ്കിൽ റെസിഡന്റ് ഈ വിളംബരം കൊടുത്തവരെ വിളിച്ചു വരുത്തി നിവേദനം കൊടുത്തവരെ വിളിച്ചു വരുത്തി നിവേദനം പിൻവലിച്ചില്ലെങ്കിൽ കേസെടുത്ത് അകത്താക്കും എന്നാണ് റെസിഡന്റ് പറഞ്ഞത്. കാരണം ഈ നിവേദനം തന്നെ മനുഷ്യ അന്തസ്സിനെതിരായി, തൊഴിലിൻ്റെ അന്തസ്സിനെതിരായ ഒരു നിവേദനമാണിത്. അതുപോലെ തന്നെ ഈ ഹർത്താൽ ദിവസം കടകൾ നടത്തിയിരുന്ന ബ്രാഹ്മണരും നായർ വിഭാഗത്തിലുംപ്പെട്ട ഒരുപാട് ആളുകൾ അടയ്ക്കാത്തവരെ നിർബന്ധിച്ച് കടയടപ്പിക്കാൻ ചെന്നപ്പോൾ തിരുവിതാംകൂർ രാജാവിൻ്റെ പോലീസും റെസിഡന്റ് നിയന്ത്രിക്കുന്ന പോലീസും രണ്ട് തരത്തിലാണ് പ്രവർത്തിച്ചത്. ഇതൊക്കെ മനോരമ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലെ നായർ പോരാളികൾ എന്ന് പറയുന്നവർ കടയടപ്പിക്കാൻ ചെന്നവരെ സഹായിക്കുകയാണ് ചെയ്തത്. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ കടയടപ്പിക്കാൻ ചെന്ന സവർണർക്ക് നല്ല അടി കൊടുത്ത് ഓടിച്ചു എന്നാണ് മനോരമ പത്രം തന്നെ ഒരു 100 വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 100 വർഷം മുമ്പുള്ള ഇത്തരമൊരു സാഹചര്യത്തിലാണ് നാരായണ ഗുരുവിൻ്റെ രംഗപ്രവേശം, നങ്ങേലിക്കും 100 വർഷത്തിന് ശേഷം. അപ്പോൾ അതുകൊണ്ടാണ് ഈ അരുവിപ്രം പ്രതിഷ്ഠ എന്നത് നങ്ങേലിയുടെ രക്തസാക്ഷിത്വത്തെ പോലെ തന്നെ കേരള ചരിത്രത്തെ രണ്ടായി പിളർത്തുന്ന ഒരു സംഭവമാണ്. പുതിയൊരു കേരളം, നങ്ങേലി സ്ഥാപിച്ച പ്രബുദ്ധ കേരളത്തിൻ്റെ 2ാം ഘട്ടത്തെയാണ് നാരായണ ഗുരുവിൻ്റെ വരവിലൂടെ ആധുനിക കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ അതിനുശേഷം നാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന ഒരുപാട് പേർ, സി വി കുഞ്ഞിരാമൻ, കുമാരനാശാൻ, SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന TK മാധവൻ, മിതവാദി കൃഷ്ണൻ, സഹോദരൻ അയ്യപ്പൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാവരും തന്നെ പരസ്പരം പലതരത്തിലുള്ള ആശയങ്ങളും മൂല്യങ്ങളും പിന്തുടർന്നവരായിരുന്നു. ഇവരൊക്കെ തന്നെ വളരെ ഈ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരായിരുന്നു. TK മാധവനും കുമാരനാശാനും 2 ധ്രുവങ്ങളായിരുന്നു. സഹോദരൻ അയ്യപ്പനും ആശാനും 2 ധ്രുവങ്ങളിലായിരുന്നു. മിതവാദി കൃഷ്ണനും TK മാധവനും 2 ധ്രുവങ്ങളിലായിരുന്നു. ഇവർക്കൊന്നും തന്നെ ഈഴവ സമുദായത്തെക്കുറിച്ചും അന്നത്തെ കേരളത്തിൻ്റെ സമകാലികമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചുമൊക്കെ പരസ്പര വിരുദ്ധമായ ആശയങ്ങളും പദ്ധതികളും ഉണ്ടായിരുന്ന, ഈ പരസ്പരം ആശയപരമായി മത്സരിച്ചു കൊണ്ടിരുന്ന മനുഷ്യരെ ആകെ ഒന്നിപ്പിച്ചു നിർത്തുന്ന വലിയൊരു കുടയുടെ ധർമ്മമാണ് നാരായണ ഗുരു വഹിച്ചത് എന്നത് ഈ മനുഷ്യൻ്റെ സന്യാസം കൊണ്ട് ആർജിച്ച മഹത്വമാണ്. ആ സന്യാസം കൊണ്ട് അല്ലെങ്കിൽ വേദാന്തം കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഈ കഴിവാണ് വ്യത്യസ്ത ധാരകളിലുള്ള വ്യത്യസ്ത ആശയങ്ങൾ പുലർത്തുന്നവരെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരു കുടക്കീഴിൽ ഒന്നിപ്പിച്ചു നിർത്തുക എന്ന് പറയുന്ന ഇതൊരു വലിയ രാഷ്ട്രീയവും സംഘടനാപരവുമായ ശേഷിയാണ്. നമ്മളാരും നാരായണഗുരുവിനെ ഓർക്കുന്നത് വലിയ സംഘാടകൻ എന്ന നിലയ്ക്കോ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭകാരി എന്ന നിലയ്ക്കോ ഒന്നുമല്ല. പക്ഷെ ഏറ്റവും നല്ല ലക്ഷണമൊത്ത രാഷ്ട്രീയ പ്രക്ഷോഭകാരിക്കും ലക്ഷണമൊത്ത സംഘാടകനും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ഒരു സംഘടനയിൽപ്പെട്ട വ്യത്യസ്ത അഭിപ്രായക്കാരെ യോജിപ്പിച്ച് നിർത്തുക. അങ്ങനെ എല്ലാവർക്കും യോജിക്കുന്നതിൽ ഒരു കുടയായി വർത്തിക്കാൻ നാരായണൻ കഴിഞ്ഞു എന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ ഈ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി, ഒരുപാട് ദശാബ്ദങ്ങളായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ആരാധകന്മാരും ആരാധികമാരും ഒക്കെ ചാർത്തിയിട്ടുള്ള സന്യാസ വേദാന്ത വ്യക്തിത്വങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം പാരമ്പര്യങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിയുന്ന ശേഷികളോ കഴിവുകളോ അല്ല ഇത് ഒക്കെ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇവിടെ ഈ നാരായണ ഗുരുവിനെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ തന്നെ നടരാജഗുരു എന്ന് പറയുന്ന നാരായണ ഗുരുവിൻ്റെ ആദ്യകാല ശിഷ്യന്മാരിൽ ഒരാളും പിന്നീട് ഗുരുകുല സ്ഥാപകനുമായ നടരാജഗുരു പറയുകയുണ്ടായി, നാരായണ ഗുരുവിനെ നശിപ്പിച്ച് പിഴപ്പിച്ചത് എൻ്റെ അച്ഛൻ ഡോക്ടർ പൽപ്പുവാണ്. കാരണം ഒരു പൂർണ്ണ മിസ്റ്റിക്കായി രാമകൃഷ്ണ പരമഹംസരെ പോലെ ഒരു സ്ഥിരം മോക്ഷാർത്ഥിയായി ഏതോ വനാന്തരങ്ങളിൽ കഴിയേണ്ടിയിരുന്ന നാരായണ ഗുരുവിനെ പിടിച്ചിറക്കി സമൂഹ മധ്യത്തിൽ ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ ഈ സന്യാസ പരിവ്രാജക ശേഷികളെയും അത്തരത്തിലുള്ള ദിവ്യത്വത്തെയും നശിപ്പിച്ചു എന്ന് പറഞ്ഞ് പിതാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ നടരാജഗുരു എഴുതിയിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ഇമേജാണ്, പ്രതിച്ഛായയാണ് കഴിഞ്ഞ കുറേ കാലമായി നാരായണ ഗുരുവിൽ ആധുനിക കേരളം സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു വശത്ത് അദ്ദേഹം വലിയ സാമൂഹിക വിപ്ലവകാരിയാണ് എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. മറുവശത്ത് ഇന്ന് കൂടുതൽ പ്രബലമായി കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു അദ്വൈതിയാണ്, സന്യാസിയാണ്. അതുകൊണ്ട് അദ്ദേഹം
ഒരു ഹൈന്ദവ സന്യാസിയാണ്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഹൈന്ദവ സ്ഥാപനങ്ങളാണ്, ഹൈന്ദവ മഠങ്ങളാണ്, SNDP ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ ഹൈന്ദവ സ്ഥാപനങ്ങളാണ് എന്ന വലിയൊരു പ്രചാരവേല ഇന്ന് ഹിന്ദു ഫാസിസ്റ്റുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഈ ദുർവ്യാഖ്യാനങ്ങളെ അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ അപ്രോപ്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളെ യഥാർത്ഥത്തിൽ നാരായണ ഗുരു കേരള സമൂഹത്തിൽ നങ്ങേലി മുതൽ നാരായണ ഗുരു വരെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയമായ ഇടപെടലിനെ കുറിച്ച് തിരിച്ചറിവുള്ള ആളുകൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് നാരായണ ഗുരുവിൻ്റെ സന്യാസത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന ഒരു അന്വേഷണമാണ് നാം നടത്തേണ്ടത്. ഇത്രയും ഈ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ 2500 വർഷമായി തുടരുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ത്യയിൽ സന്യാസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ബുദ്ധന് തൊട്ടു മുൻപുണ്ടായിരുന്ന ശ്രമണർ എന്ന് പറയുന്ന ആളുകളായിരിക്കാം ലോക ചരിത്രത്തിൽ ആദ്യമായി പ്രൊഫഷണൽ സന്യാസം എന്ന് പറയുന്ന സമ്പ്രദായം കണ്ടുപിടിക്കുകയും ആവിഷ്കരിക്കുകയൊക്കെ ചെയ്ത്. അന്ന് ആളുകൾ ഒറ്റപ്പെട്ട പല മാനസികമായ സമ്മർദ്ദങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും ഒക്കെ ഫലമായിട്ടായിരിക്കാം ഏകാഗികളായി പോവുകയും പലതരത്തിലുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കുകയും ദൈവ സാമീപ്യത്തിനും ദൈവവുമായി ഇഴുകിച്ചേരുന്നതിനും ഒക്കെ ശ്രമിച്ചത്. പക്ഷെ പിൽക്കാലത്ത് ആദ്യം ഈ സന്യാസത്തെ എതിർത്തിരുന്ന ബ്രാഹ്മണർ വളരെ പെട്ടെന്ന് സന്യാസത്തിന് സമൂഹത്തിൽ സൃഷ്ടിക്കാവുന്ന ഒരു വലിയ സ്വാധീനം അവർ മണത്തറിഞ്ഞ് മനസ്സിലാക്കി സന്യാസത്തെ സ്വാംശീകരിക്കുകയും ഹിന്ദുമതത്തിൻ്റെ പരമമായ ആത്മീയ അധികാര കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. കാരണം സന്യാസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഒരേ സമയം സന്യാസി സമൂഹത്തിന് പുറത്താണ്. അതുകൊണ്ട് സന്യാസി ഏത് ജാതിക്കാരനാണ് എന്ന് നാം ആരും ആലോചിക്കാറില്ല. ബ്രാഹ്മണനായാലും പുലയനായാലും തീയനായാലും ഈഴവനായാലും ഒക്കെ സന്യാസി എന്ന് പറയുന്നത് സാമൂഹ്യമായ റോളുകളെ, സാമൂഹ്യമായ വേർതിരിവുകളെ അതിലംഘിച്ച് നിൽക്കുന്ന അതിമാനുഷ്യനും അതിഭൗതികവുമായ വ്യക്തിത്വത്തിനുടമയായ ഒരു മനുഷ്യനാണ് സന്യാസി എന്നതാണ് ഹിന്ദു സന്യാസി പാരമ്പര്യം അതിനെക്കുറിച്ച് സൃഷ്ടിച്ചിട്ടുള്ള ആശയമെന്നത്. അപ്പോൾ ഈ ജാതി ശ്രേണിക്കും ജാതിപരമായ വിഭജനങ്ങൾക്കും അതീതനാണ് എന്ന പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് സന്യാസിയെ ബ്രാഹ്മണനും ദളിതനും ഒരുപോലെ ബഹുമാനിക്കുന്നു. ബ്രാഹ്മണൻ്റെയും ദളിതൻ്റെയും ആദരവിന് സന്യാസിക്ക് പാത്രീഭൂതനാകാൻ അല്ലെങ്കിൽ അതിന് ആദരവ് പിടിച്ചെടുക്കാൻ, നേടിയെടുക്കാൻ സന്യാസി കഴിയുന്നു. കാരണം ജാതിക്ക് അതീതനാണ് എന്ന പ്രതിച്ഛായയുണ്ട്. ഇത് ഫലത്തിൽ ഹിന്ദു സന്യാസ പാരമ്പര്യം ഉപയോഗിച്ചത് ജാതി വ്യവസ്ഥയുടെ, ഹിന്ദുമതത്തിൻ്റെ മർമ്മം ആയ ജാതി വ്യവസ്ഥയുടെ പരമമായ സുരക്ഷാ കവചമായി, സേഫ്റ്റി വാൽവായി സന്യാസത്തെയും സന്യാസിയെയും ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് 2000 വർഷമായി ഹിന്ദുയിസം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം നിങ്ങളൊരു സന്യാസിയുടെ സവിധത്തിൽ എത്തുന്ന ദളിതൻ സങ്കടങ്ങൾ പറയും സന്യാസിയോട്. സന്യാസി അനുഗ്രഹിച്ചു വിടും. വീണ്ടും നിത്യജീവിതത്തിലേക്ക്, തൻ്റെ തൊഴിൽ സ്ഥലത്തേക്ക്, തൻ്റെ പണി സ്ഥലത്തേക്ക് പോകുന്ന ആൾ വീണ്ടും പഴയ ജാതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് മധ്യകാലത്തുണ്ടായ ഭക്തി പ്രസ്ഥാനങ്ങൾ ഈ കബീറിൻ്റെയും നാനാക്കിൻ്റെയും ഒക്കെ തന്നെ ഭജനപ്പുരകളിലെത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവത്തെ സ്തുതിച്ച് എല്ലാവരും ഒരുപോലെ ഇരുന്ന് ഭജനപ്പാട്ടുകൾ പാടി തിമിർത്ത് 1-2 ദിവസം ഇരിക്കും. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ ഈ സാധാരണ പുലയന്, സാധാരണ ഈഴവന് 365 ദിവസവും കബീറിനെ പോലെ സന്യാസിയായിരിക്കാൻ പറ്റൂല. അയാൾക്ക് ജോലിയെടുത്തേ പറ്റുള്ളൂ. സവർണൻ്റെ പണിശാലയിലേക്കും സവർണൻ്റെ പാടത്തിലേക്കും പോയി പണിയെടുത്തേ പറ്റുള്ളൂ. പണിയെടുക്കുമ്പോൾ സവർണൻ്റെ അടിച്ചമർത്തലിനും അടിമത്തത്തിനും വിധേയനായേ പറ്റൂ. അങ്ങനെയാണ്. അതുകൊണ്ട് അവന് ഈ താൻ നിത്യജീവിതത്തിൽ യഥാർത്ഥത്തിൽ പുലയൻ, ചമർ അല്ലെങ്കിൽ വാൽമീകി എന്നൊക്കെയുള്ള ജാതിയാണ് എന്ന ഇതുകൊണ്ട് അനുഭവിക്കുന്ന ഈ അടിമത്തത്തിനും അടിച്ചമർത്തലിനും എതിരായി അവൻ്റെ മനസ്സിൽ കനൽ പോലെ പുകയുന്ന, കനൽ പോലെ കത്തുന്ന പ്രതിഷേധത്തിൻ്റെ പുറത്തേക്ക് വിടാനുള്ള ഒരു കവചമായിട്ടാണ് സന്യാസത്തെ ഉപയോഗിച്ചു വന്നത്. ഒരുപക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒന്ന് ഇങ്ങനെ ആലോചിച്ച്, നാരായണ ഗുരു ഈ ഹിന്ദുയിസത്തിൻ്റെ സേഫ്റ്റി വാൽവായിരുന്ന ഏറ്റവും ശക്തമായ സ്പിരിച്വൽ വെപ്പൺ, സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്ന സന്യാസത്തെ തന്നെ സ്വീകരിച്ചത് ആ ഹിന്ദുയിസത്തിനെ അകത്ത് നിന്നുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നില്ലേ എന്ന് ആലോചിച്ചു പോകാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും വലിയ ആധാരശരിയായിരുന്ന, അതിൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റി വാൽവായിരുന്ന സന്യാസത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ സമ്പ്രദായത്തെ, ഹിന്ദുയിസത്തെ അട്ടിമറിച്ച നാരായണ ഗുരു യഥാർത്ഥത്തിൽ ഇന്ത്യാ ചരിത്രത്തിലെ അവസാനത്തെ സന്യാസിയാണ്. വാസ്തവത്തിൽ നാരായണ ഗുരുവിന് ശേഷം ആരും സന്യസിക്കാൻ പാടില്ലാത്തതാണ്. കാരണം സന്യാസം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ധർമ്മം എന്നത് ജാതി വ്യവസ്ഥയെ
ആധ്യാത്മികമായി സാധൂകരിക്കുകയും വെള്ളപൂശുകയും ചെയ്യുന്ന സ്ഥാപനമാണ് എന്ന് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നതിൽ സ്വയം സന്യാസ ജീവിതം സ്വീകരിച്ച നാരായണഗുരു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് 2500 വർഷത്തെ സന്യാസ പരമ്പരയിലെ അവസാനത്തെ സന്യാസിയാണ് നാരായണഗുരു. നാരായണഗുരുവോടുകൂടി സന്യാസം എന്ന് പറയുന്ന സമ്പ്രദായം, സന്യാസം എന്ന് പറയുന്ന ഈ ജീവിത രീതി അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള സന്യാസിമാർ ഉപജീവനത്തിന് വേണ്ടി മാത്രം സന്യസിക്കുന്നവരാണ് എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. അപ്പോൾ ഇതെല്ലാം ഈ കഴിഞ്ഞ 200 വർഷമായി നങ്ങേലിയിൽ നിന്ന് ആരംഭിച്ച ഈ അധസ്ഥിത കലാപം ഇന്ന് 2017 എത്തി നിൽക്കുമ്പോൾ നങ്ങേലി അനുസ്മരണം നടത്തുന്നവർക്ക് മുൻപിലുള്ള, അല്ലെങ്കിൽ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് മുൻപിലുള്ള ദൗത്യം, ചരിത്രപരവും രാഷ്ട്രീയവുമായ ദൗത്യം എന്നത്, നങ്ങേലി ഇന്ന് വീണ്ടും വീണ്ടും എത്ര സവർണ ചരിത്രകാരന്മാർ മായ്ച്ചു കളഞ്ഞിട്ടും മായ്ച്ചാലും പോകാതെ അപ്രത്യക്ഷമാകാൻ വിസമ്മതിച്ചുകൊണ്ട് ഈ നങ്ങേലി വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് 2017 കേരളത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മടങ്ങി വരുന്ന നങ്ങേലിയെ ഇന്ന് ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ ഫാസിസത്തിനെതിരായ ഒരു ബദൽ അല്ലെങ്കിൽ പ്രതി രാഷ്ട്രീയ മിത്തിൻ്റെ തലത്തിലേക്ക്, കൗണ്ടർ പൊളിറ്റിക്കൽ മിത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താനുള്ള രാഷ്ട്രീയ ബാധ്യത നങ്ങേലി സാംസ്കാരിക കൂട്ടായ്മയ്ക്കുണ്ട്. അത് അങ്ങനെ പറയാൻ കാരണം ഫാസിസങ്ങൾ, സ്വച്ഛാധിപത്യങ്ങൾ, സവർണാധിപത്യങ്ങൾ എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നത് സത്യത്തിൻ്റെയോ യാഥാർത്ഥ്യത്തിൻ്റെയോ വസ്തുതയുടെയോ പേരിലല്ല, മിത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അയോധ്യയെ സംബന്ധിച്ച മിത്ത്, ഇങ്ങനെ നൂറുകണക്കിനുള്ള മിത്തുകളിലൂടെയാണ് പണ്ട് നമുക്ക് ഒരു സുവർണ ഭൂതകാലമുണ്ടായിരുന്നു. അന്ന് ജാതിയൊന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക രാജാക്കന്മാരാണ് ഇന്ത്യയിലേക്ക് ജാതി കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള മിത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും സ്വേച്ഛാധിപത്യങ്ങൾ. ജർമ്മനിയിൽ ഹിറ്റ്ലർ നാസിസം പ്രയോഗിച്ചത് മിത്തുകളിലൂടെയാണ്. ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് മുസോളിനി തൻ്റെ ഫാസിസം പ്രയോഗിച്ചത് മിത്തുകളിലൂടെയാണ്. ഇന്ന് 1925 ഏതാനും ചില മഹാരാഷ്ട്ര ബ്രാഹ്മണർ ചേർന്ന് രൂപീകരിച്ച അംബേദ്കറുടെ പ്രസ്ഥാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നാഗപ്പൂരായിരുന്നതുകൊണ്ട് ദളിതൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി മാത്രം രൂപം കൊണ്ട രാഷ്ട്രീയ സ്വയം സേവക സംഘ് മുസ്ലിങ്ങളെ തകർക്കുക എന്നതൊക്കെ പിന്നീടുള്ള ലക്ഷ്യമായിരുന്നു. കാരണം അംബേദ്കറുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം നാഗപ്പൂരായിരുന്നു. നാഗപ്പൂരിലെ ദളിതർ അംബേദ്കർക്ക് കീഴിൽ സംഘടിപ്പിച്ചപ്പോൾ ഈ RSS സ്ഥാപകനായ KG ഹെഡ്ഗേവാർ എഴുതുകയുണ്ടായി, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സനാതന ധർമ്മത്തിനെതിരെ വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തമ്പുരാന്റെ മുൻപിൽ ഓച്ചാനിച്ച് മാത്രം നിന്നിരുന്ന ദളിതർ, മഹറുകൾ, ബ്രാഹ്മണരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് വലിയ അധർമ്മമാണ്. വലിയ അധർമ്മത്തിനാണ് ഈ യൂറോപ്പിൽ പോയി പഠിച്ചു വന്ന ഈ അംബേദ്കർ എന്ന് പറയുന്ന ഈ ദളിതൻ നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സനാതന ധർമ്മത്തെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ ബ്രാഹ്മണ യുവാക്കൾ സംഘടിക്കണം. അങ്ങനെ 5 ബ്രാഹ്മണ യുവാക്കൾ ചേർന്നിട്ടാണ് ഈ RSS എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത്. ഈ RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് കഴിഞ്ഞ 91 വർഷമായി അവർ നിശബ്ദം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വരുന്ന പോഷക സംഘടനകളോടെ അവർ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും അവർ കടന്നു കയറിയിരിക്കുന്നു. ഇന്ന് RSS എന്ന് പറയുന്നത് ഒരു വെറും സംഘടനയോ BJP എന്ന് പറയുന്നത് അനവധി രാഷ്ട്രീയ പാർട്ടികൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കും അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയോ ജയിക്കുകയോ സംഭവിക്കാം BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ RSS എന്ന് പറയുന്നത് ഇന്ന് ഒരു മനോഭാവമായി മാറിയിരിക്കുന്നു. ഏത് ശരാശരി ഹിന്ദുവിനെയും പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരാശയവും മൂല്യവും മനോഭാവമായി മാറി കഴിഞ്ഞ RSS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് ഏതൊരു ശരാശരി ഹിന്ദുവിനെയും ഏത് സമയത്തും ഒരു മുസ്ലിമിനെ ചൂണ്ടിക്കാണിക്കാൻ ഏതൊരു ശരാശരി ഹിന്ദുവിൽ നിന്നും ഒരു സ്വയം സേവകൻ പുറത്തു ചാടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ശരാശരി ഹിന്ദുക്കളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ 91 വർഷക്കാലത്തെ RSS പ്രവർത്തനത്തിൻ്റെ വിജയം എന്നതുകൊണ്ട് ഇത് ഉയർത്തുന്ന വെല്ലുവിളി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി വിചാരിക്കുന്നത് മാതിരിയല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് കൊണ്ട് സംഘപരിവാറിന് ഒരു ക്ഷീണവും സംഭവിക്കുന്നില്ല. ഏത് ഹിന്ദുവിൻ്റെയും ഉള്ളിൽ ഒരു RSSകാരനെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശരാശരി ഹിന്ദുവിൻ്റെയും ഉള്ളിൽ അവൻ പോലും അറിയാതെ ഒരു സ്വയം സേവക മനസ്സിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ്
കഴിഞ്ഞ 91 വർഷക്കാലത്തെ ഈ ഫാസിസ്റ്റ് ഹിന്ദു ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇപ്പം ഇത്തരത്തിലുള്ള ഈ ഫാസിസ വൽക്കരണത്തിനെതിരായ മിത്തുകളിലൂടെയുള്ള ഈ ഫാസിസ്റ്റ് വൽക്കരണത്തിനെതിരായ ഏറ്റവും വലിയ കൗണ്ടർ പൊളിറ്റിക്കൽ മിത്താണ് നങ്ങേലി എന്ന മിത്ത്. ഈ മിത്തിനെ കൂടുതൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മാനങ്ങൾ നൽകി നാം പൊലിപ്പിച്ചെടുക്കേണ്ട ഒരു സമയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.